ഇതുവരെ കാണാത്ത വേഷത്തിലാണല്ലോ അനുഷ്കുട്ടി. വെരി ഗുഡ്. സ്റ്റൈലിഷ് സ്റ്റൈലിഷ്. ആദ്യമായിട്ടാണോ അമ്മ തയ്ക്കാത്ത ഉടുപ്പിടുന്നത്? അതെ. ഇതെന്താണ് പരിപാടി? ബാസ്കറ്റ് ബോൾ, വോളിബോൾ? ഇന്ന് ഫാമിലി റൗണ്ട്. എവിടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരിപ്പോ വരും. സർപ്രൈസാ. അതൊക്കെ സർപ്രൈസ് ആണ്. എന്റെ റിലേറ്റീവ്സും കസിൻസും എല്ലാരും വന്നു. ഒരുപാട് പേരുണ്ട്. ഒരു കൂട്ടമുണ്ടോ? ഏതാണ് പാട്ട്? കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പൻ. പേടി പമ്പരം. നമ്മളെ പമ്പരം പോലെ കറങ്ങോ? ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ശരത് സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് സുജാത മാമും വേണുഗോപാൽ സാറും. മൂവി പവിത്രം, ഇയർ 1994. കേൾക്കാം. കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ വളരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആകാംക്ഷാഭരിതരാണ്. ഇനി നമ്മൾ പൊളിക്കും. അതെ, കുറച്ച് നാളത്തേക്ക് ഫാമിലി റൗണ്ട് വെച്ച് നമ്മൾ തകർക്കും. ഓൾ ദി ബെസ്റ്റ് അനുഷ്ക കുട്ടി. താങ്ക് യു.
സൂപ്പർ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അനുഷ്കേ എന്താ ആൻഡ് ദ ഹോൾ ടീം. Amazing. അമേസിംഗ്. വൺ ഓഫ് യുവർ ബെസ്റ്റ് കേട്ടോ. ഒരു Yes, സംശയമില്ല. yes, yes. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ഒരു ഡൗട്ടും വേണ്ട, യുവർ ബെസ്റ്റ്. പെർഫെക്റ്റ് ആയിരുന്നേ. താങ്ക് യു. ഇവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണോ ധൈര്യം? ധൈര്യം, അതെ, പേടി ധൈര്യം. പമ്പരൊക്കെ പോയി ധൈര്യ പമ്പരായി. നമ്മള് വേറെ ലെവലായ ഒരു സംഭവം ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ ഡാൻസ്. അത് ഞാൻ ഞെട്ടി. അതെ. എന്നിട്ട് പിന്നെ അവിടെ കൊണ്ട് നിർത്തി. അത് ഞെട്ടി. അത് ഇങ്ങനെയായിരുന്നു കേട്ടോ, അല്ലേ മധു? അതെ. 1 1 2 3 4. അമ്മമ്മയ്ക്ക് നാണം വരിക. വല്ലാണ്ട് നാണം വരുന്നു. അതെ, പേര് ബിന്ദു. ഓക്കെ. അമ്മൂമ്മയ്ക്ക് ഒരു ഉഗ്രൻ കയ്യടി. അതെ. യെസ്. അനുഷ്കയുടെ അമ്മയുടെ അമ്മയല്ലേ? ആ, അമ്മയ്ക്ക് ഒരു വലിയ നമസ്കാരം കേട്ടോ. നമസ്കാരം. കലക്കി. അതെ, കുറച്ചുള്ളെങ്കിലും അത് നന്നായി അല്ലേ അനുഷ്കേ? എന്താ ഇരുന്നോട്ടെ ഒന്ന്. അച്ഛനെയും അമ്മയെ അറിയാം, ഓഫ് കോഴ്സ്. ഭയങ്കര റൊമാൻസ്. കപ്പിൾസിനെ നമുക്ക് അറിയാം. റൊമാൻസ്. അല്ല, ഒരു സംശയം, പ്രണയിച്ച് കല്യാണം വെച്ചാണോ? അതെ സാർ. വേണ്ടായിരുന്നു, അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. അല്ല, പ്രേമിച്ച് വിവാഹം കഴിച്ചതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കഥയൊന്നും അറിഞ്ഞാൽ കൊള്ളാം. കഥ സത്യം പറഞ്ഞ ഒരു ഇതില്ലാത്ത കഥയാണ്. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? ഏതില്ലാത്ത കഥയാണ്? കഥയില്ലാത്ത കഥയാണോ? കഥയാണ്. ഒരു ഗുമ്മില്ലാത്ത കഥ പോലെ. അച്ഛൻ പറയട്ടെ, അച്ഛൻ. അതെ, കഥ പറഞ്ഞാല് കൊറേ ഉണ്ട് പറയാൻ. ഞങ്ങളൊരു വെഡിങ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇവൾ ഫാഷൻ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ തമ്മിൽ കണ്ട് പ്രണയിച്ചു. ആരാണ് ആദ്യം പ്രണയം പറഞ്ഞത്? എല്ലാം അറിയാം കേട്ടോ. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് രാത്രി കിടക്കാൻ പോകുമ്പോ ഉറക്കവനെ ഞാൻ ചോദിക്കും, അപ്പൊ വേഗം ഉറക്കം വരുന്നത്. ഈ കഥ കേൾക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞു? പറഞ്ഞു യെസ് പറഞ്ഞു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ? ഫസ്റ്റ് ആയിട്ടാണ്. എല്ലാരും കൂടെ ഒന്നിച്ച് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ്. എല്ലാവരുടെ പേരൊന്നും അറിഞ്ഞാൽ കൊള്ളാം അല്ലേ? എന്റെ പേര് ശാലിനി, ഞാൻ അനുഷ്കയുടെ അമ്മയുടെ അനിയത്തിയാണ്. ഇതെന്റെ മോള് ജാൻവി. ജാൻവി. എന്റെ പേര് ശ്രേയ, ഞാൻ അനുഷ്കയുടെ കസിനാണ്. അമ്മുമ്മയോ? അമ്മ പരിചയപ്പെട്ടില്ല നമ്മള്. ബിന്ദു. ഓക്കെ, ബിന്ദു അമ്മമ്മ. ഓക്കെ, അനുഷ്കയുടെ അമ്മയുടെ അമ്മ ബിന്ദു. ഓക്കെ. എന്റെ പേര് ആദിദേവ്, ആദിദേവ്. അനുഷ്കയുടെ അമ്മയുടെ അനിയത്തിയുടെ മോൻ. അല്ല, ഈ അനിയത്തിയല്ലേ? ഈ അനിയത്തിയല്ലേ? അതെ. അപ്പൊ അത് പറഞ്ഞാ പോരെ? അതവൻ അത്ര ചിരിയൊന്ന്. ഓക്കെ. അടുത്ത ആള് ഞാൻ അനുഷ്കയുടെ കസിനാണ്. കസിനാണ്. എന്ന് പറയുമ്പോ സായിബാൽ KS. സായിബാൽ KS. ഇനി ഈ സൈഡ്. എന്റെ പേര് ശ്രേയ, ഞാൻ അനുഷ്കയുടെ കസിനാണ്. ഉഗ്രൻ ഡാൻസ് ആയിരുന്നു എന്റെ പേര് അനിറ്റ, ഞാൻ അനുഷ്കയുടെ കസിനാണ്. എന്റെ പേര് അൻവി, അനുഷ്കയുടെ അനിയത്തിയ. എന്റെ പേര് ആശിഷ്, ഞാൻ അനുഷ്കയുടെ കസിനാണ്. പേര് ജിഷ, ആന്റിയാണ് അനുഷ്കയുടെ. ഷിജു ബാലൻ അങ്കിളാണ്. ഒരേ അഭിനയായിരുന്നു കേട്ടോ. അതെ, അങ്കിൾ എന്ന് പറയുമ്പോൾ ചുക്കാൻ പിടിച്ച ആളാണോ? പ്രണയത്തിന് ചുക്കാൻ പിടിച്ച ആളാണോ? ഇല്ല ഹംസമാണോ? ഇല്ല ആ സമയത്തുണ്ടായിരുന്നില്ല. ഈ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് ഒരു ലൈഫ് പെർഫോമൻസിന് വളരെ റയറാണ്. നമ്മളിവിടെ 100ഉം 5 സ്റ്റാർസും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അത് മാക്സിമം ആ പാട്ടിന് വരാവുന്ന ഒരു ലെവൽ ഓഫ് പെർഫെക്ഷന് മാക്സിമം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഇത് പെർഫെക്റ്റ്, സോ പെർഫെക്റ്റ്. കഴിഞ്ഞ റൗണ്ടിൽ മാർക്ക് പറഞ്ഞത് ഈ റൗണ്ടിൽ തീർത്താണല്ലേ? കംബാക്ക് തന്നെ, കമ്മിങ് ബാക്ക് വിത്ത് വെഞ്ചൻസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പെർഫെക്റ്റ്. ഓരോ ഇടങ്ങളും, മോഡുലേഷൻസ്, ഡൈനാമിക്സ്, വാട്ട് എവർ യു നെയിം ഇറ്റ്, അതെല്ലാം പെർഫെക്റ്റ് ആണ്. ഒത്തിരി സന്തോഷമായി അനുഷ്ക. ഈ കുടുംബാംഗങ്ങളോടൊപ്പം അനുഷ്ക എന്നിവിടെ ഒന്ന് പെർഫോം ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാവരും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു അവരവരുടെ റോളുകൾ. അമ്മുമ്മയുടെ ഡാൻസും വളരെ നന്നായി. അതാണ് ഹൈലൈറ്റ്. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ പാടിയതിൽ ഇപ്പൊ പറഞ്ഞല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ്.
സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു ഇന്ന് പാടുന്നതിൽ. പൊതുവെ ഇല്ലാത്തൊരു ധൈര്യം ഇന്ന് കണ്ടു. അതെ, എല്ലാരും കൂടെ ഉള്ളതുകൊണ്ടാണ്. പാട്ടിന്റെ വരിയിലെ പേടിപ്പമ്പരം എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നന്നായിരുന്നു കേട്ടോ. കലക്കി, അടിപൊളി, താങ്ക് യു സർ. വെരി നൈസ്. വളരെ സന്തോഷം ഇങ്ങനെയുള്ള പെർഫോമൻസസ് കാണുമ്പോൾ. അനുഷ്ക കുട്ടി, എന്തോ എന്തൊരു കിടിലൻ ഫാമിലി അനുഷ്ക കുട്ടിയുടെ. കേട്ടോ, എല്ലാരും നല്ല അടിപൊളിയായി ഡാൻസ് കളിക്കുന്നു, പറഞ്ഞതുപോലെ ചെയ്യുന്നു, കൊറിയോഗ്രാഫിയോ, കിടിലൻ ഫാമിലി കേട്ടോ നിങ്ങൾ എല്ലാരും. താങ്ക് യു. ശ്രേയക്കുട്ടിയുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഓൺ ടൈം ആയിരുന്നു എല്ലാം. ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? സൂപ്പർ. സൂപ്പർ ആയിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഡാൻസ്? യെസ്. അപ്പൊ അനുഷ്ക കുട്ടി, എന്തോ ഇറ്റ്സ് പെർഫെക്റ്റ് താങ്ക് യു. കേട്ടോ. പിച്ച് പെർഫെക്റ്റ്, താളം പെർഫെക്റ്റ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആരും പാടുന്ന അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. മിടുക്കി, മിടുക്കി. എനിക്ക് തോന്നുന്നു ഫാമിലി ഉള്ളതിന്റെ ആ ധൈര്യം മുഴുവൻ അനുഷ്ക കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിൽ കാണാനുണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടി ബാക്കി എല്ലാരും നല്ല ടെൻഷൻ അടിച്ചോണ്ട് ഈ ചേച്ചിനെയൊക്കെ വിറയ്ക്കുവാ. അമ്മ പ്രാക്ടീസിന്റെ സമയത്ത് അമ്മ ഇങ്ങനെ മറന്നു, അയ്യോ ഞാനിഞ്ഞ എവിടെ ചെന്നിട്ട് എന്താ? അതുകൊണ്ട് അനുഷ്കിന് തോന്നി കൂട്ടത്തിൽ ധൈര്യം കൂടുതൽ എനിക്ക് തന്നെയാ. അതുകൊണ്ട് പാടാന്ന്. ഇടയ്ക്ക് ബീജത്തിൽ അനുഷ്ക അങ്ങോട്ട് പോയില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഫോക്കസ് പോവാന്ന്. പക്ഷെ അനുഷ്ക അവിടെ നിന്ന് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓടി തിരിച്ചു വന്നു. തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു ആ ഓട്ടത്തിലെ ശ്വാസം കിട്ടാണ്ടായിട്ട് അനുപല്ലവി ഇതാവോന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. അവൾ ഓൺ ടൈം വളരെ ഫോക്കസ്ഡ് ആയിരുന്നു പാട്ടില്. മിടുക്കി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ അനുഷ്കിന് ഇന്നത്തെ ദിവസം ഈ ഫാമിലി റൗണ്ടിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 plus 5 stars. പുറകോട്ട് വന്നു കേട്ടോ, എല്ലാവരും പുറകോട്ട്. എടുത്തോ അനുഷ്. എല്ലാവരും എടുത്തോ, എടുക്കേണ്ടവർക്കൊക്കെ എടുക്കാം. അതിനുമ്പോ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഇത് ഫാമിലി റൗണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എന്ന് മിഠായി തീർന്നു. ഓ, ഷെഫീഖേട്ടനാണ്. ഷഫീഖ്. അപ്പൊ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ അനുഷ്ക കുട്ടി. അത് കൊടുക്കാം നമുക്ക്. കൊടുക്കാം. Yes. ആരാ വരണ്ടേ? ആരും വരികയല്ല, അച്ഛനും അമ്മയും കൂടെ കൊടുക്കും. അതെ, അതെ, അച്ഛനും അമ്മമ്മയെ കൊണ്ട് കൊടുക്കും. അമ്മമ്മ കൊണ്ട് കൊടുപ്പിക്കാം. യെസ്, ബിന്ദു അമ്മമ്മ. അതെ, അമ്മമ്മ കൊടുത്തു. ചേച്ചി അടുത്ത് നിന്നു. ബിന്ദു അമ്മമ്മ വില്ലി വൈറ്റിന് ഒരു ഗിഫ്റ്റ് ഹാമർ തരുന്നു അനുഷ്കിന്. ഒരു ഉമ്മയും കൊടുത്തോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഹാപ്പി ഫാമിലി. ബൈ ബൈ. Bye. Tata. Good night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Bye. ഗുഡ്